നാം മനുഷ്യരെ ശരീരമില്ലാത്ത കുഞ്ഞിനെ സൃഷ്ടിച്ചു. ആ കുഞ്ഞിന്റെ ബുദ്ധി സാമർഥ്യം മനുഷ്യന്റെ സങ്കല്പത്തെക്കാളും അപ്പുറമായിരുന്നു. ആ കുഞ്ഞ് വളരുകയാണ്. ഒരുപക്ഷെ തന്റെ സൃഷ്ടാവായ മനുഷ്യനെ തന്നെ നശിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു വെപ്പണായി ആ കുഞ്ഞ് വളർന്നു വരാം. പറഞ്ഞു വരുന്നത് മനുഷ്യൻ സൃഷ്ടിച്ചതിൽ വെച്ച് ഏറ്റവും സുന്ദരവും ഭയാനകവുമായിട്ടുള്ള AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചിട്ടാണ്. നമ്മൾ ഉപയോഗിക്കുന്ന വെബ് സെർച്ച് എഞ്ചിനുകൾ മുതൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അസിമോ റോബോട്ട്സുകളിൽ വരെ AI-യുടെ ഒരു സാന്നിധ്യമുണ്ട്. മനുഷ്യന്റെ കോംപ്ലക്സ് ബ്രെയിനിലെ ഏറ്റവും നിഗൂഢമായിട്ടുള്ള കോൺഷ്യസ്നെസ് എന്ന സീക്രട്ടിനെ പോലും മൾട്ടി സ്റ്റെപ്പ് പ്രോഗ്രാമുകളെ കൊണ്ട് AI ഭാവിയിൽ നിർമ്മിച്ചെന്ന് വരാം. ചാൾസ് ഡാർവിന്റെ തിയറി ഓഫ് എവല്യൂഷനെ വരെ തെറ്റിച്ചുകൊണ്ട് ഒരു പുതിയ AI ഓറിയന്റഡ് ഓർഗാനിസംസ് വരെ രൂപം കൊണ്ടെന്ന് വരാം. മിക്ക റോബോട്ട്സ് ഓറിയന്റഡ് മൂവി സ്ക്രിപ്റ്റുകളിൽ കാണുന്നത് പോലെ തന്നെ ഒരു പക്ഷേ മനുഷ്യനെ തന്നെ AI തന്നെ അടിമകളാക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ AI-യുടെ ഭാവിയെ കുറിച്ചിട്ടാണ്. ഭൂമിയിലെ മനുഷ്യരടങ്ങുന്ന ജീവജാലങ്ങളുടെ പ്രോട്ടീനുകളുടെ സ്ട്രക്ചറുകൾ ഭയങ്കര വലിയ രീതിയിലുള്ള ഒരു കോംപ്ലക്സ് ആണ്. മില്യൺ കണക്കിന് വ്യത്യസ്തമായിട്ടുള്ള സ്ട്രക്ചറുകളാണ് ഇവയ്ക്കുള്ളത്. മനുഷ്യന്റെ ചിന്തകളിൽ പോലും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെ മാത്രമേ ഡീകോഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ആൽഫ ഫോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിസ്റ്റം ഡീകോഡ് ചെയ്തത് 200 മില്യൺ പ്രോട്ടീനുകളുടെ സ്ട്രക്ചറുകളെയാണ്. ഡീപ് മൈൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പനിയാണ് ആൽഫ ഫോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്രോഗ്രാം ആക്ച്വലി ഡെവലപ്പ് ചെയ്യുന്നത്. ആൽഫ ഫോൾഡിന്റെ 3D വിഷ്വലൈസേഷൻ ബയോളജിക്കൽ സയൻസ് ഫീൽഡിൽ പുതിയൊരു റിസർച്ചിനെ വഴിയൊരുക്കുകയാണ്. Is AI a good invention? Of course, but there are some exceptions. നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെക്കാൾ ഒരുപാട് എഫിഷ്യൻറ്റും എഫക്റ്റീവുമായിട്ടുള്ള ഒരു എംപ്ലോയി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോബ് അവിടെ റീപ്ലേസ് ചെയ്യാൻ, നമ്മുടെ അവിടെ ജോബ് നഷ്ടപ്പെടാനുള്ള ഒരു ചാൻസ് ഉണ്ട്, അല്ലേ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഹ്യൂമൻസിനേക്കാളും ഒരുപാട് എഫിഷ്യന്റ് ആണ് എന്നുള്ളതാണ്. ചെസ് ചാമ്പ്യൻ ആയിട്ടുള്ള ഗാരി കാസ്പറിനെ ഡീപ് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പ്യൂട്ടർ മാച്ചിൽ നിഷ്പ്രയാസം തോൽപ്പിച്ചതിനെ തുടർന്നുള്ള വാർത്തകളെല്ലാം ഏറെ ശ്രദ്ധ നേടിയിട്ടുള്ളതാണ്. ഒരു AI സിസ്റ്റത്തിന് മനുഷ്യൻ ചെയ്യുന്ന ജോലികളിൽ മിനിമം എററുകളോടെ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. സോ ഒരു പക്ഷേ ഭാവിയിൽ മനുഷ്യനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് AI ഓറിയന്റഡ് റോബോട്ടുകൾ, പ്രോഗ്രാമുകളൊക്കെ വന്നെന്ന് വരാം. പക്ഷേ ഇത് എക്കണോമിക് ഓട്ടോമേഷന് വരെ കാരണമായെന്ന് വരാം. പഠനങ്ങൾ പറയുന്നത് 2013 30% എങ്കിലും ജോലികളിൽ AI-യുടെ സാന്നിധ്യം വന്നെന്ന് വരാം എന്നുള്ളതാണ്. ഓഫീസ് ജോബ്സ്, മെഡിക്കൽ ഫീൽഡ്സ്, കസ്റ്റമർ സർവീസ് എംപ്ലോയ്മെന്റ്, ഫുഡ് സർവീസ് എംപ്ലോയ്മെന്റ്, വളരെ കുറഞ്ഞ വേജസിന് മാത്രം വർക്ക് ചെയ്യുന്ന ആളുകള്, ഡ്രൈവേഴ്സ് എന്നീ മേഖലകളിലൊക്കെ ആയിരിക്കും ഫസ്റ്റ് AI-യുടെ ഒരു കടന്നുവരവ് ഉണ്ടാവുക. വർഷങ്ങൾ പോകുന്തോറും ജോബ് ഫീൽഡുകളിലെ മനുഷ്യനെ തന്നെ ആവശ്യം ഇല്ലാതായി എന്ന് തന്നെ വരാം. AI കാരണം ഏറ്റവും വലിയ ത്രട്ടനായിട്ട് സയന്റിസ്റ്റുകൾ കാണുന്ന ഒരു കാരണമാണ് ഇതെന്ന് പറയുന്നത്. AI-യുടെ ഇന്റലിജൻസ് ഒരു പക്ഷേ സൃഷ്ടാവായ നമുക്ക് തന്നെ അപകടമുണ്ടാക്കാം. ആന്ത്രോപിക് എന്ന AI കമ്പനിയുടെ CEO ആയിട്ടുള്ള ഡാരിയോ ഒമാഡിയോ പറയുന്നത് AI ചാറ്റ് ബോട്ടുകൾ ഉപയോഗിച്ച് ഭാവിയിൽ ക്രിമിനൽസിന് ബയോ വെപ്പണുകൾ ഉണ്ടാക്കാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണെന്നാണ്. ഡാർക്ക് വെബ് പോലെ ഒരു പക്ഷേ AI ഓറിയന്റഡ് വെബ് പേജുകൾ വന്നെന്ന് വരാം. നമ്മുടെ രാജ്യത്തിന് തന്നെ ഇതൊരു ത്രെട്ടായി വരാനും സാധ്യതകളുണ്ട്. ഈ ഒരു ആൽഗോറിതം എന്ന് കേട്ടിട്ടുണ്ടോ? ആൽഗോറിതം എന്ന് പറയുന്നത് ബേസിക്കലി ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്. AI റോബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് റോബോട്ടുകൾ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ആൽഗോറിതത്തിന്റെ ആ ഒരു പ്രശസ്തി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ആൽഗോറിതത്തെ ഈ ഒരു AI തന്നെ സ്വയം ചേഞ്ച് ചെയ്താലോ? ഈ നമ്മൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും തരത്തിൽ വൈറസ് കയറിയിട്ട് നമ്മുടെ എൻറ്റയർ സിസ്റ്റത്തെ തന്നെ കൺട്രോൾ ചെയ്യുന്നത് പോലെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുവാനും പ്രോഗ്രാമുകൾ ക്രിയേറ്റ് ചെയ്യാനും ഈവൻ ദോ മറ്റൊരു AI ബേബികളെ വരെ ക്രിയേറ്റ് ചെയ്തെന്ന് വരാം. ഇവ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സൂചിപ്പിച്ച പോലെ തന്നെ മനുഷ്യർക്ക് തന്നെ ഒരു ഭീഷണിയായി വരാം. നമുക്ക് ഏറെ സുപരിചിതമായിട്ടുള്ള ശങ്കറിന്റെ എന്തിരൻ എന്ന മൂവിയിലെ ചിറ്റി റോബോ സ്വയം ചിന്തിക്കാൻ തുടങ്ങുകയും മറ്റുള്ള AI ഹ്യൂമനോയിഡ് റോബോട്ടുകളെ നിർമ്മിക്കുന്നത് പോലെ എലോൺ മസ്കിന്റെ ഒരു വാക്ക് കടമെടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ AI ഈസ് ഫാർ മോർ ഡേഞ്ചറസ്.